എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ. കസ്തൂരി മഞ്ഞൾ എന്തിനാണ് ഉപയോഗിക്കണേന്ന് വെച്ചാല് നമുക്ക് മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനും മുഖക്കുരു മാറാനും സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ ആയിട്ടാണ്, നമുക്ക് ശരീരത്തിന് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉണക്കി വെച്ചേക്കണ കസ്തൂരി മഞ്ഞളാണ്. കണ്ട ഇതേപോലെ ചിപ്സ് ആക്കി ഉണക്കി വെക്കും. എന്നിട്ട് ആവശ്യത്തിന് നമ്മ പൊടിച്ചെടുക്കണതാണിത്. അപ്പൊ നമ്മ കസ്തൂരി മഞ്ഞള് കൃഷിയൊക്കെ ചെയ്യണതിന്റെ ഒക്കെ വീഡിയോ, നടണേന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് വീട്ടിൽ ചെയ്യാനാണെങ്കിൽ നമ്മ കസ്തൂരി മഞ്ഞളിന്റെ വിത്തുകള് ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ നടാ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിൽ നടാ, നമുക്ക് ചെടിച്ചട്ടിയിൽ നടാ, എവിടെ വേണമെങ്കിലും നടാ. നമുക്ക് ജൈവവളം മാത്രം ഉപയോഗിച്ചാൽ മതി നമ്മ ഈ കസ്തൂരി മഞ്ഞളൊക്കെ കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് കസ്തൂരി മഞ്ഞള് കൃഷി ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമുക്കിപ്പോ കൊറിയർ ചെയ്യാനുള്ള പാക്കറ്റുകളാണ്. നമ്മ ഡെയിലി ഒരുപാട് പേർക്കാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ അയച്ചു കൊടുക്കുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളുകൾ 100 ഗ്രാം 200 ഗ്രാം 1 കിലോ അങ്ങനെ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമ്മളുടെ പൗഡർ മേടിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരുപാട് പേരാണ് കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഓർഡർ ചെയ്യണത്. അപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്തൊക്കെ മഞ്ഞക്കൂവയുടെ മഞ്ഞ കളറിലുള്ള പൗഡറാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് മുഖത്ത് നീറ്റലും അതേപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതേപോലത്തെ കളറാണ്, ഈ ചന്ദനത്തിന്റെ ഒക്കെ കളറാണ്. നമ്മ പൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ട ഉണക്കി വെച്ചേക്കണ ചിപ്സ് ഇതേപോലെ കണ്ട ഇരിക്കണ പൊടിച്ചു കഴിയുമ്പോ നമുക്ക് ഈ കളറായിരിക്കുള്ളൂ. അപ്പം നമ്മ ഇതെങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പച്ച നമുക്ക് വെളിച്ചെണ്ണയിലൊക്കെ കാച്ചി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കസ്തൂരി മഞ്ഞളുടെ പച്ച മേടിക്കണവർക്ക് പൗഡർ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അതേപോലെ തന്നെ പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, തൈരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, കറ്റാർവാഴയുടെ ജെല്ലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, പനിനീരിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ ഇതനുസരിച്ചാണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ. ഈ രീതിയിലൊക്കെ നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഉപയോഗിക്കാം. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പൗഡർ ഇപ്പൊ തേനിലാണെങ്കിൽ തേനിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഇപ്പൊ കൊച്ചുങ്ങൾക്ക് ഇപ്പൊ പ്രസവിച്ച് കിടക്കണ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ കസ്തൂരി മഞ്ഞളുടെ പൗഡർ. യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടില് കൃഷി ചെയ്തിട്ട് പൊടിച്ചെടുക്കണ പൗഡറാണ്. അതും പൂർണ്ണമായും ജൈവ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യണത്. പിന്നെ പൊടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മാത്രം പൊടിക്കണ മില്ലിലാണ് നമ്മൾ പൊടിപ്പിക്കണത്. മുളകൊക്കെ പൊടിക്കണ മില്ലിലൊക്കെ പൊടിപ്പിച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് മുഖത്ത് ഇടുമ്പോഴൊക്കെ നീച്ചലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പൗഡർ ആക്കുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരുന്നുകളൊക്കെ പൊടിക്കണ മില്ലുകളുണ്ട്, അവിടെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടിക്കണത്. പിന്നെ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊക്കെ പൊടിക്കാനുള്ളൂ. നമുക്ക് ഇതേപോലെ ചിപ്സ് ആക്കി ചെറുതൊന്നും കൂടി ചെറുതാക്കി ചിപ്സ് ആക്കി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാനുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പൊടിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ പൊടിക്കാനുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മഞ്ഞളൊക്കെ നമുക്ക് എളുപ്പത്തിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മഞ്ഞളൊക്കെ പൗഡറാക്കി എടുക്കാം. അപ്പൊ കുറച്ച് മഞ്ഞളൊക്കെ കൃഷി ചെയ്യണവർക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം. അപ്പൊ കസ്തൂരി മഞ്ഞളുടെ വിത്തുകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് പേർക്കാണ് ഡെയിലി കസ്തൂരി മഞ്ഞളുടെ വിത്തുകൾ അയച്ചു കൊടുക്കണത്. അപ്പൊ ഇപ്പൊ മുള വന്ന വിത്തുകളൊക്കെയാണ് നിങ്ങൾക്ക് നേരിട്ട് നട്ടുകൊടുത്താൽ മതി. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞളുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മഴക്കാലത്താണ് കൃഷി രീതി, അതുകൊണ്ട് നനക്കണ്ടി ഒന്നും വരില്ല. നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നമുക്ക് മഞ്ഞൾ നട്ടുകൊടുക്കാം. പക്ഷെ മുളക്കണത് ഈ മഴ വരുമ്പോഴാണ് കസ്തൂരി മഞ്ഞളൊക്കെ മുളച്ച് വരുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ ഇപ്പൊ ചാണകപ്പൊടിയോ ചാരോ എന്ത് വേണേലും ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ ഈ കസ്തൂരി മഞ്ഞളിനൊക്കെ. എന്നിട്ട് മണ്ണ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് ഈ ഇലയും തണ്ടൊക്കെ ഉണങ്ങി എപ്പോ പോണോ അപ്പൊ നമുക്ക് മഞ്ഞൾ വിളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് വർഷങ്ങളോളം നമുക്ക് പച്ചമഞ്ഞളും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. കാരണം മഴ നനയാത്തോടത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മഞ്ഞള് കുറെ നാളുകൾ വരെ നമുക്ക് അടുത്ത വർഷം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ നേരിയ മഴയൊക്കെ കൊണ്ടുതന്നെ ഇത് മുളക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് മുളക്കേണ്ട ആവശ്യത്തിനാണെങ്കിലും നമുക്ക് മഞ്ഞള്
നമ്മുടെ വിത്തിൽ തന്നെ എടുത്തു വെച്ച് നമുക്ക് വീണ്ടും നമുക്ക് കൃഷി ചെയ്യാം, നമുക്ക് പൊടിക്കാനൊക്കെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ കസ്തൂരി മഞ്ഞളിന്റെ മുള വന്ന വിത്തുകളാണ് കേട്ടോ. നമ്മ ഒരുപാട് പേർക്കാണ് ഡെയിലി വിത്തുകളൊക്കെ അഴിച്ചു കൊടുക്കണത്. അപ്പൊ ഇപ്പൊ എല്ലാരും കണ്ട മുള വന്ന നമുക്ക് നേരിട്ട് നട്ടു കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ വളർന്നോളും. ഒരു ഗ്രോ ബാഗിലൊക്കെ 2 തൈയൊക്കെ വെച്ച് നട്ടു കൊടുക്കാം, നമുക്ക് മണ്ണിലും നട്ടു കൊടുക്കാം. അപ്പൊ കണ്ട കസ്തൂരി മഞ്ഞളിന്റെ ഉൾവശം കണ്ട അത് ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ട. നല്ല ചന്ദനത്തിന്റെ കളറായിരിക്കുള്ളൂ, നല്ല കർപ്പൂരത്തിന്റെ മണമാണ് കസ്തൂരി മഞ്ഞളിന്. അപ്പൊ ഇതൊക്കെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തേക്കണേണ്ട. നമ്മുടെ ഫ്രൂട്ട്സ് തോട്ടത്തില് ഇടവിളയായിട്ട് മൊത്ത സ്ഥലത്ത് കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ കസ്തൂരി മഞ്ഞളിന്റെ നമ്മ എങ്ങനെ തിരിച്ചറിയണേന്ന് വെച്ചാൽ കണ്ട, നമ്മ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് മുമ്പ് ഉപയോഗിച്ചിരുന്ന മഞ്ഞക്കൂവക്ക് നടുക്കൊരു നീല വരി ഉണ്ടാവും. കസ്തൂരി മഞ്ഞളിന്റെ ഇല പ്ലെയിൻ ഇലയാണ് കണ്ട, ഇതേപോലെ നമ്മുടെ മഞ്ഞളിന്റെ ഇല പോലെ തന്നെ ഇലയാണ് കസ്തൂരി മഞ്ഞളിന്റെ ഇലക്ക്. പിന്നെ തണ്ടുകളൊക്കെ കണ്ട ഇതേപോലെയാണ് തണ്ടുകളൊക്കെ ഇരിക്കണത്. പിന്നെ നമുക്ക് ഇതേപോലെ കണ്ട നമ്മ നട്ടേക്കണ തെങ്ങിന്റെയും ഒക്കെ ഇടവിളയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, വെയിലൊന്നും ആവശ്യമില്ലാത്തൊരു വിളയുണ്ട് കസ്തൂരി. ഒരുപാട് സ്ഥലത്ത് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്തൂരി മഞ്ഞളിന്റെ വിത്തോ തൈകളോ പൗഡറോ ഉണക്കി വെച്ചേക്കണതോ ഒക്കെ ആവശ്യമുള്ളവര് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മ കൊറിയർ ചെയ്യുന്നുണ്ട്, തൈയും വിത്തും പൗഡറും ചിപ്സൊക്കെ. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവര് നമ്മ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് വിദേശത്തേക്കൊക്കെ ഒരുപാട് പേര് നമ്മുടെ കസ്തൂരി മഞ്ഞളിന്റെ പൗഡറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വാട്സപ്പ് ചെയ്താൽ മതി എന്റെ നമ്പറിൽ. പിന്നെ നമുക്ക് കൃഷി ചെയ്യാന്ന് വെച്ചാല് നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയാണ്. യാതൊരുവിധ ഈ വളങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ പറമ്പിലെ വളം മാത്രം മതി, മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 5-6 ഗ്രോ ബാഗിൽ നമ്മൾ നട്ട് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കാം. അപ്പൊ എല്ലാവരും കസ്തൂരി മഞ്ഞളൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ. കാരണം നമുക്ക് തന്നെ അറിയാം ഡെയിലി ഒരുപാട് പേരാണല്ലോ നമ്മുടെ ഓർഡർ ചെയ്ത് മേടിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും വീട്ടിൽ കസ്തൂരി മഞ്ഞളൊക്കെ കൃഷി ചെയ്യുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.